പ്രണയനിലാവ്. രചന അവതരണം മിത്രവിന്ദ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം വൃന്ദ പിന്നീട് ഓഫീസിലേക്ക് പോയതേയില്ല. പോകാൻ അവളെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. അതായിരുന്നു സത്യം. ഒരേ ഒരു തവണ ശിവ അവളെ വിളിച്ചിരുന്നു. എന്തുപറ്റി, താൻ എന്താ ഓഫീസിലേക്ക് വരാത്തത്? അവൻ ചോദിച്ചു. വീട്ടിൽ നിന്നും ആരും സമ്മതിക്കുന്നില്ല എന്നായിരുന്നു അവൾ മറുപടി കൊടുത്തത്. പിന്നീട് അവൻ നിർബന്ധിക്കുവാനും പോയില്ല. ഇതിനോടിടയ്ക്ക് വൃന്ദയില്ലാത്ത തക്കം നോക്കി അനുപമ ശിവയുടെ മുന്നിൽ നന്നായി അഭിനയിച്ചുകൊണ്ടേയിരുന്നു. ശിവയില്ലാണ്ട് അവൾക്ക് പറ്റില്ലെന്നും അവൻ വിവാഹം കഴിക്കുന്നത് കാത്തിരിക്കുകയാണെന്നും ഈ ലോകത്തിൽ ശിവ കഴിഞ്ഞ് അനുവിന് മറ്റെല്ലാം ഉള്ളുവെന്നും ഒക്കെ പറഞ്ഞ് അവൾ നന്നായി ആക്ട് ചെയ്തു. പാവം ശിവ. അവന് അവളുടെ കപട സ്നേഹം മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി. വൃന്ദയെ ആക്രമിച്ചത് ആരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സിറ്റിയിലെ ക്രിമിനൽസുകളാണെന്നും കഞ്ചാവും മയക്കുമരുന്നുമായി നടക്കുന്ന തനി താന്തോന്നികളാണ് അവരെന്നും പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നുപോയപ്പോൾ കടന്നാക്രമിച്ചതാണ് എന്നൊക്കെയായിരുന്നു പോലീസിന് അവർ കൊടുത്ത മൊഴി. അല്ലാണ്ട് ഒരിക്കൽ പോലും അവരാരും കിഷോറിൻ്റെ പേര് പറഞ്ഞതുമില്ല. അത്ര കാര്യമായിട്ട് പോലീസ് അന്വേഷിച്ചുമില്ല എന്ന് വേണം പറയാൻ. കാരണം അല്ലെങ്കിൽ അവരുടെ കോൾ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയിട്ടാണെങ്കിലും കിഷോറിൻ്റെ പേര് അവർക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ആ ചാപ്റ്റർ അവിടെ ക്ലോസായി. അമ്മുക്കുട്ടിയമ്മയും ശിവയുടെ സഹോദരങ്ങളുമൊക്കെ ഒന്ന് രണ്ട് തവണ കൂടി വൃന്ദയെ കാണുവാനായി എത്തി. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ശിവയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അതാണ് അമ്മുക്കുട്ടിയമ്മയുടെ ആഗ്രഹം. അങ്ങനെ അവളോടൊന്ന് ഡീറ്റെയിലായി സംസാരിക്കുവാൻ എത്തിയതാണവർ. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് എന്തെങ്കിലും അമ്മുക്കുട്ടിയമ്മ പറയും മുന്നേ ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് വൃന്ദ അറിയിച്ചു. കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ അവളെ നോക്കി തരിച്ചിരിക്കുകയാണ്. സത്യമാണ്, എനിക്ക് അമ്മൂട്ടിയമ്മയുടെ മകനെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണ്. അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടവുമാണ്. വൃന്ദ പറഞ്ഞപ്പോൾ അവരുടെ മിഴികൾ നിറഞ്ഞു തൂവി. അനുവിൻ്റെ സ്വഭാവം ഞങ്ങൾക്കൊക്കെ നല്ലോണം അറിയാം. അവളൊരു ഫ്രോഡാണ് മോളെ. അതുകൊണ്ടാ അവളുമായിട്ടുള്ള വിവാഹത്തിൽ ഞങ്ങളെല്ലാവരും എതിർത്തത്. അല്ലാണ്ട് പണവും പ്രതാപവും ഒന്നും നോക്കിയല്ല. എനിക്കും അറിയാം അവൾ ആള് ശരിയല്ല. സാറിനെ അവൾ പാട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾക്കൊക്കെ വ്യക്തമാണ്. പക്ഷെ സാറിന് അവളെ 100 വട്ടം വിശ്വാസമാണ്. വൃന്ദ അവരോട് സാവധാനം പറഞ്ഞു. എന്നാൽ കിഷോറുമായിട്ടുള്ള ബന്ധം അവൾ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു. മോളെ വൃന്ദേ, നിന്നെ എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോട്ടെ. അവർ അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. ധൈര്യമായിട്ട് നടത്തിക്കൂ. ഞാൻ ഒരിക്കലും എൻ്റെ വാക്ക് മാറ്റില്ല. പക്ഷെ സാർ ഒരിക്കലും ഇതിന് മുതിരില്ല ടീച്ചർ. എന്നോട് സാറ് പറഞ്ഞിട്ടാ ഞാനിന്ന് ടീച്ചറമ്മയെ കാണാൻ വേണ്ടി വന്നത്. അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തോടെ അല്ല. അതൊക്കെ എനിക്കും മനസ്സിലാകും മോളെ. എന്തൊക്കെ പറഞ്ഞവൻ എതിർത്താലും ഞാൻ ഈ വിവാഹം നടത്തിപ്പിക്കും. എൻ്റെ തീരുമാനം അത് അവനെക്കൊണ്ട് അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അന്ന് വൃന്ദയുടെ വീട്ടിൽ നിന്നും മടങ്ങുമ്പോൾ അമ്മൂട്ടിയമ്മ ആകെ സന്തോഷത്തിലായിരുന്നു. അവരുടെ കാർ അകന്നു പോകുന്നത് നോക്കി അകത്തെ മുറിയിൽ വൃന്ദ നിന്നു. മേശമേലിരുന്ന ഫോൺ അവൾ എടുത്തു നോക്കി. വൈശാഖ് അയച്ച ഫോട്ടോയിൽ കണ്ണു നട്ടിരിക്കുകയാണ്. ഒപ്പം രേവതിയുടെ മെസ്സേജ്. അതാണ് അവളെ കൂടുതൽ തളർത്തിയതും ഈ വിവാഹത്തിന് സമ്മതം മൂളിയതും. ഉറപ്പാണ്, ഈ കാര്യം അറിയുമ്പോൾ ശിവസാർ പൊട്ടിത്തെറിക്കും. എന്തും നേരിടാൻ തയ്യാറായി തന്നെയാണ് താനും മുന്നിട്ടിറങ്ങിയത്. അവൾക്ക് വേണ്ടി ബലിയാടാകാൻ പാവം സാറിനെ വിട്ടുകൊടുക്കില്ല. മോളെ. അമ്മയുടെ ശബ്ദം പിന്നിൽ നിന്നും അവൾ കേട്ടു. വേഗം തന്നെ അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. എന്താ അമ്മേ? അല്ല മോളെ, ഇത്ര തിടുക്കപ്പെട്ട് കല്യാണമൊക്കെ നടത്താൻ അച്ഛൻ്റെ കൈവശമൊന്നും ഇല്ലല്ലോടാ. അമ്മൂട്ടിയമ്മ പറഞ്ഞത് 2-3 ആഴ്ച കൊണ്ടെല്ലാം നടത്താമെന്നാ. അതിനൊക്കെ എവിടെ നിന്നാടി ഇപ്പൊ കാശ്? ഉള്ളത് മതിയമ്മേ. ഇനി കൂടുതൽ സ്വർണം ഒന്നും എടുക്കണ്ട. എല്ലാം കൂടി 10 പവൻ കാണും. അതിട്ട് എങ്ങനെയാ മോളെ? നാണക്കേടല്ലേ? അവരൊക്കെ വലിയ ആളുകളാ. അവർക്ക് നമ്മളെ ഇഷ്ടായിട്ടല്ലേ ഇവിടേക്ക് ബന്ധം ആലോചിച്ച് വന്നേ. എന്നാലും അങ്ങനല്ലല്ലോ. നമുക്കും അഭിമാനമില്ലേ? എന്തെങ്കിലും വഴി നോക്കാമേ. അമ്മ ഇപ്പം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. അമ്മയെ സമാധാനിപ്പിക്കുമ്പോൾ വൃന്ദയുടെ മനസ്സിൽ ശിവ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴുള്ള പൊട്ടിത്തെറി എന്താകുമെന്നായിരുന്നു. അന്ന് ഒരുപാട് തിരക്കുകളുള്ള ദിവസമായതിനാൽ ശിവ ഓഫീസിൽ നിന്നും മടങ്ങിയെത്തുവാൻ കുറച്ചു വൈകി. എങ്കിലും അവൻ വരുന്നത് കാത്തിരിക്കുകയാണ് അമ്മുക്കുട്ടിയമ്മ. അതവരുടെ പതിവ് തന്നെയാണ്. മകൻ എത്ര വൈകിയാണ് വരുന്നതെങ്കിലും ഒരു പോള കണ്ണടയ്ക്കാതെ
അമ്മുകുട്ടിയമ്മ ഹോളിലെ സെറ്റിയിലിരിപ്പുണ്ടാകും. അന്നത്തെ ദിവസമാണെങ്കിൽ അവർക്ക് അതീവ സന്തോഷമാണ്. കാരണം വൃന്ദ മകനെ വിവാഹം കഴിക്കുവാൻ സമ്മതമാണെന്ന് അറിയിച്ചിരിക്കുന്നു. ഇത്രയ്ക്കായാലും ശരി, ശിവ എതിർക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഈ വിവാഹം അത് ഞങ്ങൾ നടത്തും. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ മകൻ വന്ന് കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ വാതി തുറന്നു കൊടുക്കുവാനായി ചെന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ മുന്നിൽ നിൽക്കുന്ന അമ്മയെ അവൻ അടിമുടിയൊന്ന് വീക്ഷിച്ചു. എന്താമേ, ഇന്നാകെ സന്തോഷത്തിലാണല്ലോ അമ്മ. ആ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണിന്ന്. അതെന്താണാവോ, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, അതിനുശേഷം ഞാൻ പറയാം. അതൊക്കെ ഞാൻ ചെയ്തോളാം. ആദ്യം അമ്മ കാര്യം പറയാൻ കണ്ണാ, നീ പോയി കുളിച്ചിട്ട് വാ. അമ്മ ഊണ് വിളമ്പി വയ്ക്കാം. എനിക്കൊന്നും വേണ്ടമ്മേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ. എങ്കിൽ കുളിച്ചിട്ട് വാ കണ്ണാ. അതീവ വാത്സല്യത്തോടെ അവർ മകനോട് പറഞ്ഞു. ശിവ മുകളിലേക്ക് പോയി. റൂമിൽ ചെന്ന ശേഷം പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി. ഒരു കാവിമുണ്ടും ടീഷർട്ടും ധരിച്ച് അവൻ അമ്മയുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. അതിനു മുന്നേ പൂജാമുറിയിലെ ഭസ്മക്കൊട്ടയിൽ നിന്നും ഒരൽപ്പം ഭസ്മം എടുത്ത് അവൻ തൻ്റെ നെറ്റിയിൽ ഒന്ന് വരച്ചിരുന്നു. ഓം നമഃശിവായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട്. കേൾക്കട്ടെ, എന്താണാവോ എൻ്റെ അമ്മയ്ക്കിന്ന് ഇത്രയ്ക്ക് സന്തോഷമുണ്ടായ കാര്യം? അവൻ അമ്മയുടെ അടുത്ത് വന്നിരുന്നു. അതൊക്കെ ഉണ്ട് കണ്ണാ. ആ, എന്താണെന്ന് പറ, ഇല്ലെങ്കിൽ ഞാൻ കിടക്കാൻ പോവാ. ഓ, എന്നാ പിന്നെ പോയി കിടക്ക്, ഞാനൊന്നും പറയുന്നില്ല. അവർ മുഖം വീർപ്പിച്ച് കാണിച്ചു. അതിനായിരുന്നെങ്കിൽ ഞാനങ്ങ് കിടന്നാ പോരായിരുന്നോ? ആദ്യം കാര്യം പറയ്, എനിക്ക് കൂടി സന്തോഷം വരുന്നതാണോന്നൊന്ന് നോക്കട്ടെ. നിനക്കല്ലാതെ പിന്നെ ആർക്കാ കണ്ണാ ഇതറിയുമ്പോൾ സന്തോഷം? അവരത് പറയുകയും അവൻ അമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വൃന്ദമോള് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നറിയിച്ചു. ഇന്ന് അമ്മയോട് നേരിട്ട് തന്നെയാ കുട്ടി പറഞ്ഞത്. അവൾക്ക് 100 വട്ടം നിന്നെ ഇഷ്ടമാണെന്ന്. ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി ഞങ്ങൾ ഇത് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അമ്മ പറയുന്ന കേട്ട് തരിച്ചിരിക്കുകയാണവൻ. എനിക്കിപ്പോഴാ സമാധാനമായത്. ഒടുവിലവൾ സമ്മതിച്ചല്ലോ. എന്തൊരു ഐശ്വര്യമുള്ള കുട്ടിയാ. ആര് കണ്ടാലും നോക്കിയിരുന്നു പോകും. ആ മുടി, അതാണ് അവൾക്ക് ഏറ്റവും ഭംഗി. ഇത്രയും മുടിയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊരഴകോടെയാണ് അവളുടെ മുടി കിടക്കുന്നത്. അവളുടെ അംഗലാവണ്യങ്ങളെക്കുറിച്ച് അമ്മ വാചാലയായപ്പോൾ ശിവയ്ക്ക് ദേഷ്യത്താൽ മിഴികൾ കുറുകി. പല്ല് ഞെരിച്ചു പിടിച്ചുകൊണ്ട് അവൻ അമ്മയോട് മറുപടിയൊന്നും പറയാതെ മുറിയിലേക്ക് പാഞ്ഞുപോയി. സമയം അപ്പോൾ 11:30 മണി. അവൻ ഫോൺ എടുത്തു. വൃന്ദയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് അക്ഷമയോടെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വൃന്ദയാണെങ്കിൽ സത്യത്തിൽ ഉറങ്ങാതെ കിടക്കുകയാണ്. ഈയൊരു ഫോൺ കോൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. ബെല്ലടിച്ചതും അവൾ അത് എടുത്തു നോക്കി. ശിവയുടേതാണെന്ന് കണ്ടതും അവൾക്ക് നെഞ്ചിടിപ്പേറി. ആദ്യത്തെ 2-3 തവണ ബെല്ല് പൂർണ്ണമായി അടിച്ചു നിന്നു. ഇനി അവൻ വിളിക്കില്ലെന്നാണ് അവൾ കരുതിയത്. അപ്പോഴേക്കും വാട്സപ്പിൽ ഒരു മെസ്സേജ് കൂടി എത്തി. നീ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നിന്റെ വീട്ടിലേക്ക് വരും. നിനക്കറിയാലോ ഈ ശിവ ആരാണെന്ന്. അതായിരുന്നു അവൻ അയച്ച മെസ്സേജ്. വായിച്ചു നോക്കിയതും വൃന്ദയ്ക്ക് തൊണ്ട വറ്റി വരളുന്നതുപോലെ തോന്നി. ഒന്നുകൂടി ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവൾ ആൻസർ ബട്ടൺ പ്രസ് ചെയ്തു. എന്നിട്ട് ഫോൺ കാതിലേക്ക് വെച്ചു. നിനക്കപ്പോൾ ഫോൺ എടുക്കാൻ അറിയാമല്ലേടി? ശിവയുടെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി. സാർ. പേടിയോടെ അവൾ അവനെ വിളിച്ചു. എൻ്റെ അമ്മയോട് എന്നെ കെട്ടാൻ സമ്മതമാണെന്ന് നീ പറഞ്ഞുകൂടിയെന്ന് ശിവ ചോദിച്ചു. വൃന്ദയ്ക്ക് പേടിച്ചിട്ട് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? വീണ്ടും അവൻ അലറി. സാർ, അത് പിന്നെ ഞാൻ. അവൾ വാക്കുകൾക്കായി പരതി. നിനക്കെന്നെ കല്യാണം കഴിക്കണോടി? അപ്പോഴും അവൾ നിശബ്ദയായി. ഡി, ചോദിച്ചത് കേട്ടില്ലേ നിന്നോട്? നീ എൻ്റെ അമ്മയോട് പറഞ്ഞോ എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമാണെന്ന്? പറഞ്ഞു. അവൾ പതിയെ മന്ത്രിച്ചു. എന്തിന്? എനിക്കെൻ്റെ കണ്ണേട്ടനോട് ഇഷ്ടമുള്ളതുകൊണ്ട്, അല്ലാണ്ട് പിന്നെ എന്തിനാ? ധൈര്യം ആവോളം തൻ്റെ ശരീരത്തിൽ ആവാഹിച്ചുകൊണ്ട് അവൾ പറയുകയാണ്. വൃന്ദ! ശിവ അലറി.
ഒച്ച വെക്കില്ലേ കണ്ണേട്ടാ, ഞാൻ പേടിച്ചു പോകും കേട്ടോ. ഡീ, ഓ, ഇങ്ങനൊക്കെ വിളിക്കാതെ. സ്നേഹത്തോടെ മുത്തേ ചക്കരെ എന്നൊക്കെ വിളിക്കൂന്നേ. ഡി വൃന്ദ. എന്താ കണ്ണേട്ടാ, എന്തിനാ കൂടെ കൂടെ വിളിക്കുന്നേ? കുറുമ്പോട് കൂടി അവൾ പറയുന്നത് ശിവ കേട്ടു. അവന്റെ മുഖം വീണ്ടും വലിഞ്ഞു മുറുകി. ചെന്നിയിലെ നീല ഞരമ്പുകൾ ഒന്നുകൂടെ തെളിഞ്ഞു നിന്നു. തുടരും.